ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരഞ്ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബാക്ക് പാക്കർ അരുണിമ ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഒരു ട്രാവലറാണല്ലോ, അപ്പോൾ ഇപ്പോൾ അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ അവർക്ക് ഒരു കുടുംബത്തിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവർ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരിക്കാനുള്ള കാരണം എനിക്കത് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള സംസാരിക്കാം. ഇപ്പൊ നിൽക്കുന്നത് യുഎസിലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആൾ ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീട്ടിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാം ദിവസമാണെന്ന്. 2ാം ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചു. ഇതിപ്പോൾ 3ാമത്തെ നൈറ്റ് ആയി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആളുടെ മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും. ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാൽ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞൊരു കഥ സംഭവം കേട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ജോർജ് എന്ന് പറയുന്ന ആളായിട്ടും അല്ലെങ്കിൽ ജോർജിന്റെ വീട്ടിലെ കൊച്ചുമക്കളായിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായിട്ടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ പാതിരാത്രി ഇറക്കി വിട്ടതിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. പാതിരാത്രി ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ബാക്കിയുള്ള ചിലപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഇൻഡിഫറൻസ് തോന്നാം. ചിലപ്പോൾ ഇയാൾ വ്യക്തിപരമായിട്ട് തീരുമാനമായിരിക്കാം. അവിടെയുള്ള കുട്ടികൾക്ക് ഇഷ്ടമല്ലാതിരിക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഒരു സേഫായ സമയത്ത് എന്ന് പറയുമ്പോൾ ഏതാണ് അൺസേഫായ സമയം എന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷെ നമുക്കറിയാലോ, രാത്രി എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം സേഫായ ഒരു സമയമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിയാത്തൊരു സ്ഥലത്ത് രാത്രി ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു സാഹചര്യം അരുണിമയ്ക്കുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അരുണിമയോട് സഹതാപം തോന്നാനും അതേസമയം തന്നെ ഈ ജോർജ് ലോനപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് ഒരു ദേഷ്യം തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അന്നേരം റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം അതിന് തൊട്ടു മുന്നേ ഇവർ പറഞ്ഞ കാര്യങ്ങളാണ്. അത് തമ്മിൽ എനിക്ക് പരസ്പരം ഒരു ലിങ്ക് ഉണ്ടെന്ന് തോന്നിയില്ല. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ട്രെയിൻ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനം, നല്ല ചൂടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ജോർജ് അങ്കിൾ ഉണ്ടല്ലോ, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വേറെ കുറച്ച് മലയാളീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അവരെന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്ക് തന്നെ നല്ല ഏജുള്ള ആളാണ്. അപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞു, പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു എടുത്ത്. എന്താ പറയുക, എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു. ഭയങ്കര സ്നേഹമാണ്. ഇതാണപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ്, റൈസും ചിക്കനും. എന്താ അവസ്ഥ എന്നറിയില്ല, കണ്ടിട്ട് മന്തി റൈസൊക്കെ പോലെയുണ്ട്. കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയൂ. ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ, അതായത് ട്രെയിൻ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നിന്നിട്ടൊക്കെയാണ്. ഇവിടെ എല്ലാവരും നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഓക്കെ വിശക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാം. എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞാൽ മലയാളീസ് വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് ഈ റൂമിലേക്ക് തന്നെ പോവാണ്. എന്തായാലും തണുപ്പും മഴയൊക്കെയാണ്. സോ നാളെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വരാം. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ട്രെയിനിലൊക്കെ കയറി പോവാം. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ജോർജ് എന്ന് പറയുന്ന ഒരു ഫാമിലി താമസിച്ചതിന് ശേഷം ഇദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തെന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം, അതായത് ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇവരെ ഹോസ്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ചു കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലാക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു മലയാളി കുടുംബം ഇവരെ സ്വീകരിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരെത്തിയില്ല, അതുകൊണ്ട് തിരിച്ചു പോകുന്നു എന്നാണ് എനിക്ക് തോന്നലുണ്ടാക്കിയത്. അപ്പോൾ ഇതെൻ്റെ തോന്നൽ മാത്രമാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമില്ലെന്നൊരു തോന്നി. അതുകൊണ്ടാണ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം സംസാരിക്കാമെന്ന് കരുതിയതും അരുണിമയുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടൊരു ശരിയുണ്ടെന്നൊരു തോന്നൽ എനിക്ക് ഇല്ലാതിരുന്നതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം
ഈ ജോർജ് ലോനപ്പൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ആ പോസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ. അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല. തികച്ചും വാസ്തവമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വാസ്തവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്തൊക്കെ വാസ്തവക്കേടുണ്ട്, എന്നാൽ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റല്ല എന്ന രീതിയിലാണ് മനസ്സിലാവുന്നത്. 3 ദിവസം അവൾ അവിടെ താമസിച്ചില്ലേ? അവൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വസൗകര്യത്തോടെയല്ലേ താമസിച്ചത്? ആരും അവളെ ഇറക്കി വിട്ടില്ല. 20 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചുമോളാണ്. മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത്. അരുണിമയുടെ ധാർഷ്ട്യം. അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആരും അവളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പിന്നെ എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാവാം 20 വയസ്സുള്ള അവളെ മൊഹീൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റാൻ വിട്ടത്. എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലത്തെ കൾച്ചറില്ലാത്ത ആൾക്കാർ ചെയ്യുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ സുഹൃത്ത് വിശ്വസിക്കാവുന്ന സുഹൃത്തിൻ്റെ കൂടെ ഒരാൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് പാരൻസ് അനുവദിക്കുന്നത് അത്ര മോശമായ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടായ കൈപ്പേര അനുഭവങ്ങളുണ്ടാവാം എന്ന് കരുതി അത് ഫാമിലിയുടെ കൾച്ചറാണെന്ന് പറയുന്നത് ഈക്വലി രണ്ടുപേരും പറയുന്നത് തെറ്റാണ്. 20 വയസ്സുള്ള പിന്നെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു വിലയിരുത്തേണ്ടത് അരുണിമയല്ല. ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത്. ഇവിടെ അരുണിമ പറഞ്ഞത് റെന്റിനാണ് താമസിക്കുന്നത്. ചിലപ്പോൾ അവരോട് റെന്റിനേക്ക് താമസിക്കുന്ന അവർ സ്വന്തമായിട്ട് റെന്റ് എടുത്ത് താമസിക്കുന്നുണ്ടാവും. പക്ഷേ അരുണിമ പറഞ്ഞ രീതിയിൽ നിന്ന് മനസ്സിലായത് സ്വന്തം മകൾ പാരൻസിന് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അതാണ് അവരുടെ കൾച്ചർ എന്ന രീതിയിലാണ്. അപ്പോൾ അത് ധാരണയില്ലാതെ പറഞ്ഞാണ്, ഒരു തെറ്റിദ്ധാരണ അരുണിമയോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരുണിമ അവിടെ താമസിക്കുന്നതിന് ഒരു വിരോധവുമില്ലായിരുന്നു. മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത്. കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിംഗ് വെക്കേഷനെ അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു. സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറിത്തരണമെന്ന്. അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ? ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ? ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അരുണിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് പിന്നിൽ റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടികളുമായിട്ടുള്ള സംഭാഷണമാണ്. അത് ഏത് രീതിയിൽ സംസാരിച്ചു എന്ന് നമുക്കറിയില്ല. അരുണിമ പെട്ടെന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് എത്ര സോഫ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം, എത്ര ടഫായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വരുന്നു എന്ന് പറയുന്നു, എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് വരുന്നു പറഞ്ഞാൽ അവർ എത്ര ദിവസം താമസിക്കുന്ന ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവും. ആ ധാരണ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ പോകുന്നതിന് ശേഷം നമ്മൾക്ക് നമ്മളുടേതായ പ്ലാൻസ് ഉണ്ടാവും. ഇവർ പെട്ടെന്ന് തിരിച്ചു വന്നാൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആ കാര്യം അവരോട് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏത് രീതിയിൽ പറഞ്ഞു എന്നുള്ളത് നമുക്കിനി അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പോയതിനു ശേഷം എനിക്ക് അടുത്ത ദിവസം ഒരു ട്രാവൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഉടനെ ഇവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവരോട് പറയേണ്ടി വരും, ഞങ്ങൾ നാളെ വരെയുള്ളൂ, മറ്റന്നാൾ വേറെ ഇത് നോക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ ഇവരോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ജോർജിൻ്റെ പോസ്റ്റ് നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങുമ്പോഴേക്കും ഇന്ന് തന്നെ പോകണോ, നാളെ പോയാൽ പോലെ എന്നൊക്കെ നമ്മൾ ചോദിക്കുമെങ്കിലും ഉള്ളത് പറയാലോ. നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? ചിലപ്പോൾ ജെന്യുവിനായിരിക്കും, പക്ഷെ അതൊരു ഭംഗി വാക്കുന്ന രീതിയിൽ പറയുന്നതാണ്. നമ്മുടെ വീട്ടിലെ ഒരു നോർമൽ പ്രോസസ്സ് അല്ലാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ട്. അതൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ മടുത്തു തുടങ്ങും. ആ മടുപ്പ് ആകുന്നതിന് മുമ്പ് പോകുക എന്നുള്ളതാണ് ഒരു അതിഥിയുടെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ അവിടെ ഒരു മടുപ്പുണ്ടാക്കരുത്. ആ സന്തോഷത്തിലിരിക്കുന്ന സമയത്തിന് നമ്മൾ അവിടെ നിന്ന് പോരുക എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അരുണിമ പറഞ്ഞത് അവർ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ഇറക്കി വിട്ടു എന്ന് പറയുന്നതും അവിടെ അടുത്ത ദിവസം പോയാൽ മതി അല്ലെങ്കിൽ മറ്റൊരു ദിവസം താമസത്തിന് വരുന്നു എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ആ കാര്യം അരുണിമ പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ അവരുടെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകുമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും അത് പറയേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം അരുണിമയ്ക്കുണ്ടായിരുന്നു. അതിന് പകരം അരുണിമ അത് മറച്ചു വെച്ചത് ഈ വിഷയത്തിൽ അരുണിമയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്നതാണ്. അല്ലാതെ അരുണിമ പൂർണ്ണമായിട്ട് ഇതിനകത്തൊരു നിഷ്കളങ്കയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു വീഡിയോ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ചു. എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം വെച്ച് ഞാൻ
അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. You don't go to now. No, no. Tomorrow ഇപ്പൊ morning. പോണോന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല, നാളെ പോണെന്നാ പറഞ്ഞു. നാളെ പോണോന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്നാ Maybe പറഞ്ഞു. you are going now. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു ഇവിടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. അത് നാളെ പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നാളെ അത് പോയി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ പോണോന്ന് പറഞ്ഞില്ല, പോ- നാളെ പോണം. It's okay. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. ഞാൻ മൺഡേ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ ടു. ഓക്കെ നാളെ നോക്കാം. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. അതാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നീ എന്നോട് പറയാതെ ഇപ്പൊ അവളോട് സംസാരിക്കുന്നത്. നീ എന്നോടല്ലേ ആദ്യം പറയാം. ഇല്ല, ഞാൻ ജസ്റ്റ് ബൈ പറയാൻ വേണ്ടിട്ട് ആളുടെ അടുത്ത് സംസാരിച്ചു. അവർക്ക് കംഫർട്ട് അല്ല, അവർക്ക് ഓക്കെ അല്ലെങ്കിൽ നീ അവിടെ ഇറങ്ങണം. അവരുടെ വീടല്ലേ, അതല്ലേ മര്യാദ. അതാണ് എന്തായാലും അവിടെ ശുഭകരമായ ഒരു സംസാരമല്ല നടന്നിരിക്കുന്ന ഉറപ്പാണ്. അതേപോലെ തന്നെ അരുണിമ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അവര് പറയുന്നത് മൺഡേ അവർക്ക് ചില പ്രീ പ്ലാൻഡ് ആയ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കത് പറയേണ്ടി വരും. ഇനി അത് ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് അല്ലെങ്കിൽ ഏത് രീതിയിൽ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. ഇവർ പറയണത് ഇന്നും ഒക്കെ ഇവിടെ നിന്നോട്ടോ, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ മാറത്തരണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അരുണിമയെ സംബന്ധിച്ചിടത്തോളം അപ്പം തന്നെ ഇറങ്ങിപ്പോള്ള ഒരു റീസൺ ആണ്. നമ്മളാണെങ്കിൽ അതറിയാതെ തന്നെ ഓക്കെ ദെൻ ഐ ലീവ് നൗ എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവർ നാളെ വീട് നോക്കിയാൽ മതി, മറ്റന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്ന കാര്യത്തിന് നമ്മൾ ഒരു വാലിഡിറ്റി എടുക്കില്ല. നമ്മളപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് മാന്യത. അതേസമയം അരുണിമയുടെ ഈഗോ ഹാർട്ടായിട്ടാണ് ഈ ഡിസിഷൻ എടുത്തതെങ്കിൽ അതിൽ കാര്യമായ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ അരുണിമയോട് സംസാരിച്ചപ്പോൾ അരുണിമ നമുക്ക് നാളെ വേറെ അക്കോമഡേഷൻ നോക്കണം കേട്ടോ, മൺഡേ മാറിത്തരണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുടൻ തന്നെ ഈഗോ ഹേർട്ടാകുകയും ഞാനിപ്പോൾ തന്നെ ഇറങ്ങാണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അരുണിമയുടെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ അതേസമയം ജോർജ് പോസ്റ്റിൽ പറഞ്ഞൊരു കള്ളം അതും ഇവിടെ പൊളിഞ്ഞുപോയി. ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്നാണ് ജോർജ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. അതേപോലെ ഏതൊരു കമന്റുകൾ കണ്ടത്, മൂപ്പന്റെ ബ്ലോഗിലെ കമന്റിൽ കണ്ടത് ഞാൻ ഉറങ്ങിയായിരുന്നു ആ സമയത്ത്, അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാകുന്നത് ആ രംഗത്ത് ഇദ്ദേഹം കൊണ്ട് അവർ അപ്പാപ്പാന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാരൻസ് തമ്മിൽ എന്താ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്, അതിന്റെ പുറത്താണ് ഈ കുട്ടികൾ സംസാരിച്ചെന്ന് മനസ്സിലാവുന്നു. എന്തൊക്കെയായാലും ഇവിടെ ഒരു ക്ലാരിറ്റി അരുണിമയിൽ വരുത്തണം, അത് സത്യസന്ധമായിട്ട് വരുത്തണം. എന്തിനാണ് കുറച്ചുപേരെ നമ്മൾ പ്രതികൂളിൽ നിർത്തുന്നത്? ഇപ്പൊ അവർക്കൊരു റീസൺ ഉണ്ട്. നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന പരിധിയെക്കുറിച്ച് അവർക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആദ്യത്തെ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കി നിങ്ങൾക്ക് കുറച്ചൊരു സാധാരണ തരംഗം കിട്ടുന്നതിന് വേണ്ടി സംസാരിച്ചു. അത് നിങ്ങളുടെ ഭാഗത്തും പൂർണ്ണമായും സംഭവിച്ച തെറ്റാണ്. ഇനിയിപ്പോൾ ഒരു ക്ലാരിറ്റി അതിൽ കൃത്യമായിട്ട് നിങ്ങൾ വരുത്തണം. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കൂടി കല്ലെറിയുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നാണ് തോന്നുന്നത്, അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.